Next, examples that prove the utility of molecular phylogenetics. The molecular phylogenetics analysis has revealed that the closest relatives of whales appear to be ungulates like pigs, antelope, deer and their relatives. വെയിൽ തിമിംഗലം അത് വെള്ളത്തിൽ കാണുന്നതാണ്. കരയിൽ കാണുന്ന പിഗ്സ് ആൻഡ് ആംഗുലേറ്റ്സ് കുളമ്പ് ഉള്ള പിഗിലും ആൻറ്റിലോപ്പിലും ഡിയറുമായിട്ട് വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് കാണിക്കുന്നു. അപ്പം നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഒന്ന് വെള്ളത്തിലാണ് വേറൊരു സ്പീഷീസ്, വേറൊരു ഗ്രൂപ്പ്. ഇത് എന്ന് പറഞ്ഞാൽ കരയിൽ കാണുന്ന ആൾക്കാരാണ്. പക്ഷേ അവർ തമ്മിൽ വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് കാണിക്കുന്നത് ഈ മോളിക്കുലർ ഫൈലോജെനറ്റിക്സിലേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. മോളിക്കുലർ ഫൈലോജനി ഹാസ് കൺഫേം ദാറ്റ് സിംബയോട്ടിക് ഒറിജിൻ ഓഫ് മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, യൂക്യാരിയോട്സിൽ കാണുന്ന മൈറ്റോകോൺട്രിയ ക്ലോറോപ്ലാസ്റ്റ് അത് യൂക്യാരിയോട്ടിക് ആണ് ആക്ച്വലി, പക്ഷേ അതിന് പ്രോക്യാരിയോട്ടിക് ഫീച്ചറാണ് കാണിക്കുന്നത്. അതൊരു മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റിനും ഒരു പ്രോക്യാരിയോട്ടിക് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിനൊരു അങ്ങനെ ഒരു സിമിലാരിറ്റി വരാൻ കാരണം അവർ they show symbiotic origin. That means mitochondria is formed from bacteria. Somehow a bacteria entered into a eukaryotic cell and it becomes mitochondria. And chloroplast, cyanobacteria. Okay, അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് കാണിക്കുന്നത് ഒരു പ്രോക്യാരിയോട്ടിക് ഓർഗാനിസമായ സയാനോബാക്ടീരിയയുടെ ബാക്ടീരിയയിൽ നിന്ന് ഒറിജിൻ ചെയ്തു വന്നതാണ്. മൈറ്റോകോൺട്രിയ ബാക്ടീരിയയിൽ നിന്ന് വന്നതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സിമിലാരിറ്റി നമുക്ക് ഇതിൻ്റെ മോളിക്കുലർ ലെവൽ നോക്കുമ്പോൾ മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റും സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എക്സാമ്പിളാണ് ഈ മോളിക്കുലർ ഫൈലോജെനറ്റി. അപ്പോൾ പുറമേ നിന്ന് കാണുന്ന മോർഫോളജിക്കലായിട്ട് കാണുന്ന സിമിലാരിറ്റികൾ യഥാർത്ഥ സിമിലാരിറ്റി ആവണമെന്നില്ല. ഓക്കെ, എവല്യൂഷണറി ലെവലിൽ നമുക്കത് പുറമേ നിന്ന് കാണുമ്പോൾ തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ മോളിക്കുലർ ലെവൽ പഠിച്ചു കഴിഞ്ഞാൽ അത് സിമിലർ ആവണമെന്നില്ല. അതുപോലെ തന്നെ ഡിസിമിലറായിട്ട് കാണുന്ന രണ്ട് ഭാഗങ്ങളിൽ രണ്ട് ഓർഗാനിസം മോളിക്കുലർ ലെവലിൽ ചിലപ്പോൾ സിമിലറായിട്ട് വരാം. അടുത്തത് ഫൈലോജെനറ്റിക് ട്രീ. The clearest way to visualize the evolutionary relationship among organisms is to use graph. Okay, so നമ്മൾ ക്ലിയർ ആയിട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വി ക്യാൻ യൂസ് ഗ്രാഫ്സ്. ഓക്കെ, സോ ദീസ് ഗ്രാഫ്സ് യൂസിങ് ദ അവൈലബിൾ ഡാറ്റ വി ക്യാൻ ക്രിയേറ്റ് എ ഗ്രാഫ്. That graph usually represented in the form of a tree. Okay, that graph can be drawn in the form of a tree. That tree is called phylogenetic tree. Phylogenetic tree. Okay, so phylogenetic tree means the representation of evolutionary relationship among organisms. Okay, phylogenetic tree is a representation of evolutionary relationship among organism in the form of a graph. ഒരു ഗ്രാഫിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ യൂഷ്വലി റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് എ ട്രീ. ദാറ്റ് ഗ്രാഫ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് എ ട്രീ. ഓക്കെ, സോ രണ്ട് ജീവികളോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസമിലുള്ള കണക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രാഫ് ട്രീ ഫോമിൽ ഉണ്ടാക്കുന്നതാണ് ഫൈലോജെനറ്റിക് ട്രീ. സോ this phylogenetic tree has nodes and branches. Okay, നോഡുകളും ബ്രാഞ്ചുകളൊക്കെ കാണാം. നോഡ്സും ബ്രാഞ്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഒരു ട്രീ ഇങ്ങനെ വരുമ്പോൾ ഇതാ ഇവിടെ ഒരു നോഡ്, അതൊന്നൊരു ബ്രാഞ്ച്. ഇതാ ഇവിടെ ഒരു നോഡ് വന്ന് അതൊന്നൊരു ബ്രാഞ്ച്. ഇത് പിന്നെ വന്ന് ഇതാ ഇങ്ങനെ പോകുന്നതാണല്ലോ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെയാണ് കോമൺ ആൻസിസ്റ്റർ. ഇവിടെ വന്നപ്പോൾ അത് വേറൊരു സ്പീഷീസ് ആകുന്ന ഡിറൈവ് ചെയ്തു. ഇവിടെ വന്നപ്പോൾ വേറെ സ്പീഷീസ് ഡിറൈവ് ചെയ്തു. രണ്ടെണ്ണം ഡിറൈവ് ചെയ്തു. ഇതിന്ന് വീണ്ടും ഡിറൈവ് ചെയ്തു പോയി. ഇവിടെ നിന്ന് വീണ്ടും വന്നു. ഇവിടെ വന്നു, ഇവിടെ വന്നു അങ്ങനെ പോകണം. ഓക്കെ, സോ ഫൈലോജെനറ്റിക് ട്രീ ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്. Phylogenetic tree can be of two types. Number 1, rooted tree. Number 2, unrooted tree. Rooted tree, പറയുമ്പോൾ തന്നെ അറിയാം, root, a solid root is present here in the case of rooted tree. Unrooted tree means they have no root. Root means a common ancestor. Okay, in rooted tree ഒരു കോമൺ റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു.
നമ്മുടെ കുടുംബം പറയുമ്പോൾ പറയില്ല അങ്ങനെ പോയി 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 ഇന്ന രാജാവിൻ്റെ മെയിനായിട്ടുള്ള ഒരാളായിരുന്നു ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ 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 അപ്പൂപ്പൻ. ഓക്കെ, ഫസ്റ്റ് അപ്പൂപ്പൻ. അപ്പോൾ അവിടെ അയാൾ ഭയങ്കര സ്ട്രോങ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാണ്, ദിവാനായിരുന്നു ഒരു രാജാവിൻ്റെ. ആ ദിവാൻ്റെ പാരമ്പര്യമാണ് ഞങ്ങൾ. അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം രാജകുടുംബമാണ്. പണ്ട് 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 ഫസ്റ്റ് ഒരു അടിപൊളി രാജാവ്, ആ രാജാവിൻ്റെ കുടുംബ പാരമ്പര്യത്തിൽ പെട്ടതാണ് ഞങ്ങൾ. അപ്പോൾ അവിടെ ഒരു റൂട്ടുണ്ട്. നമ്മുടെയൊക്കെ പാരമ്പര്യം നോക്കി കഴിഞ്ഞാൽ നമുക്ക് റൂട്ടുണ്ടാവും. നമ്മൾ എവിടെ നിന്ന് വന്നെന്ന് ആർക്കും അറിയില്ല. ഒന്ന് രണ്ട് തലമുറയൊക്കെ നമുക്ക് നോക്കാൻ പറ്റും, അതിനപ്പുറം നമുക്ക് പ്രത്യേകിച്ച് റൂട്ടൊന്നുമില്ല. നമ്മുടെ പോയി 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 ഇത്ര വർഷങ്ങൾക്ക് ഇത്ര ഇതിനു മുമ്പുള്ള ആൻസിസ്റ്റർ ആരാ നമുക്കറിയില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, എനിക്ക് അറിയില്ല എന്തായാലും. സോ റൂട്ടഡ് ട്രീ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കറക്റ്റ് ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. ഇൻ റൂട്ടഡ് ട്രീ, റൂട്ട് റെപ്രസെൻറ്റിംഗ് എ കോമൺ ആൻസിസ്റ്റർ ഓഫ് ഓൾ ദ ടാക്സോണമിക് യൂണിറ്റ്സ് ഓഫ് ദ ട്രീ ഈസ് പ്രസൻറ്റ്. ഓക്കെ, എ കോമൺ ആൻസിസ്റ്റർ ഓഫ് ഓൾ ദി ടാക്സോണമിക് യൂണിറ്റ് ഓഫ് ദ ട്രീ ഇസ് പ്രസൻറ്റ്. ക്ലിയർ അല്ലേ എന്താ റൂട്ട് എന്നുള്ളത്? ഏറ്റവും ഫസ്റ്റ് വരുന്ന ആളാണെന്നാണ് മറ്റുള്ളവർ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അൺറൂട്ടഡ് ട്രീ മീൻസ് ഇൻ അൺറൂട്ടഡ് ട്രീ ദ ട്രീ സ്പെസിഫൈസ് റിലേഷൻഷിപ്പ് എമംഗ് ടാക്സോണമിക് യൂണിറ്റ് ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഷോ ദ പൊസിഷൻ ഓഫ് ദി ലാസ്റ്റ് കോമൺ ആൻസിസ്റ്റർ. ഒരു മെയിൻ ആളങ്ങനെ എടുത്ത് പറയാറില്ല, ഒരു മഹാൻ ഇല്ല അവിടെ, ലാസ്റ്റ് കോമൺ ആൻസിസ്റ്റർ ഇല്ല. അതാണ് അൺറൂട്ടഡ് ട്രീ. ഓക്കെ, സോ ഫൈലോജനറ്റിക് ട്രീക്ക് നോട്ട്സും ബ്രാഞ്ചസും ഉണ്ടാവും. ഓക്കെ, അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. കുറച്ചുകൂടി ഈസി ആയിട്ട് ഫൈലോജനറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് റൂട്ടഡ് ട്രീ, സെക്കൻഡ് വൺ ഈസ് അൺറൂട്ടഡ് ട്രീ. റൂട്ടഡ് ട്രീ എന്താണെന്നറിയാം, they will have a common ancestor. If there is a common ancestor present, such type of classification, such type of phylogenetic tree is called rooted tree. If there is no last common ancestor, a last common ancestor is absent, such condition is called unrooted tree. Next, advantages of molecular phylogenetics. Advantages of molecular phylogenetics. What are the major advantages of molecular phylogenetics? Major advantages of molecular phylogenetics. It helps us to discover evolutionary relationship among the sequence by studying the branching relationship in the tree and the branch length. Okay, it helps us to discover evolutionary relationship among the sequence by studying the branching relationship in the trees and the branch. So the most closely related sequences can be identified by their position in the tree. The most closely related sequences can be identified by their position in the tree. Okay, അപ്പോൾ നമുക്ക് ഇവിടെ മോളിക്കുലർ ഫൈലോജനറ്റിക്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് എവല്യൂഷണറി റിലേഷൻഷിപ്പ് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ബൈ സ്റ്റഡിയിങ് ദ ബ്രാഞ്ചിങ് റിലേഷൻഷിപ്പ് ഇൻ ദ ട്രീ ആൻഡ് ദ ബ്രാഞ്ച് ലെങ്ത്. ഓക്കെ, അപ്പോൾ രണ്ട് ഓർഗാനിസം തമ്മിൽ എവല്യൂഷണറി സിമിലർ ആയിട്ട് വരുന്നത് അവരുടെ ബ്രാഞ്ച് എവിടെയൊക്കെ നോട്ട്സ് ഫോം ചെയ്യുന്നു, അവിടെ ബ്രാഞ്ച് ഫോം ചെയ്യുന്നു, ആ ബ്രാഞ്ച് ലെങ്ത് എത്രത്തോളം ഉണ്ട്, ആ ബ്രാഞ്ച് ലെങ്ത് എത്രത്തോളം കൂടുന്നു അത്രത്തോളം അവർ ഡിസ്റ്റൻ്റ് ആയിരിക്കും. ചെറിയൊരു ബ്രാഞ്ച് ലെങ്ത് ഉള്ളൂന്നുണ്ടെങ്കിൽ വളരെ ക്ലോസ് ആണ്, പക്ഷേ ചില ചെറിയ ഫീച്ചർ കൊണ്ട് അവർ രണ്ട് ഓർഗാനിസമായിട്ട് മാറി. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു ഇതുകൊണ്ട് വരയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു തുടങ്ങി, ഇവിടെ വലിയൊരു ഇത്, ഇവിടെ ഒരു ചെറിയൊരു കണ്ട. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ആൻസിസ്റ്റർ ഒരു ഓർഗാനിസം ഇവിടെ രണ്ടായിട്ട് മാറി. ഇതൊന്ന് ഒരെണ്ണം ഉണ്ടായി, ഇതൊന്ന് വേറെ ഒരെണ്ണം ഉണ്ടായി. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മനസ്സിലാക്കാം. ഇതാണ് ഫസ്റ്റ് ആൻസിസ്റ്റർ എന്ന് വരുന്നത് വിചാരിക്കുക. ഇവിടെ ഈ ഫസ്റ്റ് ആൻസിസ്റ്ററിന് ഇവിടെയാണ് ഒരു ഓർഗാനിസം ഉള്ളത്. ഓക്കെ, ഇവിടെ ഒരു ഓർഗാനിസം ഉണ്ട്. ഇതാ ഇവിടെ ഇത്രയും ദൂരം കഴിഞ്ഞിട്ടാണ് ഒരു ഓർഗാനിസം വരുന്നത്. ഇവിടെ ബ്രാഞ്ച് ലെങ്ത് ഇത്രയുണ്ട്. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ആൻസിസ്റ്ററുമായിട്ട് കൂടുതൽ റിലേഷൻഷിപ്പ് ആർക്കാ? ഇതിനാണ്, ഇയാൾക്കല്ല. ഇയാൾ കുറച്ചും കൂടി റിലേഷൻഷിപ്പ് കുറവാണ്. പിന്നെ ഈ ഒരു പർട്ടിക്കുലർ ഓർഗാനിസം ഇവിടുന്ന് രണ്ടായിട്ട് മാറിയിട്ടുണ്ടോ, പക്ഷേ ഇതിൽ ഈ ആളാണ് നമുക്ക് എ എന്ന് പറയാം, ഇതിന് നമുക്ക് ബി എന്ന് പറയാന്നുണ്ടെങ്കിൽ
എ ആണ് ക്ലോസ്ലി റിലേറ്റഡ്, ബി അത്ര ക്ലോസ്ലി റിലേറ്റഡ് അല്ല, കുറച്ചുകൂടി റിലേഷൻഷിപ്പ് കുറഞ്ഞു. ഓക്കെ, ഇനി ഇത് ഇവിടെ വന്നിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കിയത് ചെറുതാണ്, ഇത് വലുതാണ്. അപ്പോൾ ഇയാളായിരിക്കും സി, ഈ സി ആയിരിക്കും കൂടുതൽ റിലേഷൻ, ഡി റിലേഷൻഷിപ്പ് കുറവായിരിക്കും. ഓക്കെ, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട്, പിന്നെ ബ്രാഞ്ച് അനുസരിച്ചിട്ട് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. Okay, so the most closely related sequences can be identified by their position in the tree. Similar sequences found in different organisms are likely to be derived from a common ancestral sequences. Okay, so we get two different organisms, but they show close similarity in their molecular level sequences, molecular sequence. So we can say they are likely to be derived from a common ancestral sequence. രണ്ടും ഡിഫറെൻ്റ് ഗ്രൂപ്പാണ്, പക്ഷേ we studied their molecular data, DNA, protein, RNA ഒക്കെ സ്റ്റഡി നടത്തിയപ്പോൾ they shows this molecular information shows close similarity. Molecular information shows close similarity. Then we can say maybe they are likely to be derived from a common ancestral sequence. Probably they will be from a common ancestor. Phylogenetic relationship between the genes help us to predict the genes having equivalent function. Fourth point, phylogenetic relationship between the genes help us to predict the genes having equivalent function. Okay, ജീൻ ലെവലുള്ള ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് നമ്മൾ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ജീൻ ഒരു ഓർഗാനിസത്തിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്കത് അറിയാം അതിൻ്റെ ഫീച്ചർ. അതേപോലത്തെ നമ്മൾ വേറൊരു ഓർഗാനിസത്തിനെ കണ്ടെത്തി, അതിൻ്റെ ജീന് നമ്മൾ സ്റ്റഡി നടത്തിയപ്പോൾ ഈ അറിയാവുന്ന ഓർഗാനിസത്തിൻ്റെ ജീനുമായി വളരെ സിമിലർ ആണ്. പക്ഷേ ഈ രണ്ടാമത്തെ ഓർഗാനിസത്തിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയില്ല. പക്ഷെ നമുക്ക് എന്ത് പറയാം, മോളിക്കുലർ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റഡി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഈ ജീനുമായി വളരെയധികം സിമിലർ ആയതുകൊണ്ട് ഈ ജീൻ എന്താണോ ചെയ്യുന്നത്, എ എന്ന് പറയുന്ന ഓർഗാനിസം നമുക്ക് നല്ലോണം അറിയുന്നതാണ്. ആ ഓർഗാനിസത്തിലെ എ എന്ന് പറയുന്ന ഓർഗാനിസത്തിലെ ജീനിൻ്റെ ഫംഗ്ഷൻ എന്താണോ, നമ്മൾക്ക് ബി എന്ന് പറയുന്ന പുതുതായി കണ്ടെത്തിയ ബി എന്ന് പറയുന്ന അതിൽ ക്ലോസ് സിമിലർ ആയിട്ട് കിടക്കുന്ന ആ ജീനിനും ഓൾമോസ്റ്റ് സെയിം ഫംഗ്ഷൻ ആയിരിക്കാം എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ജീൻ, ഇപ്പോൾ നമുക്കൊരു ഹ്യൂമൻ ബീങ്ങിനെ എടുക്കാം. ഒരു വ്യക്തി, അയാൾ നന്നായിട്ട് എന്താ പറയുക, ചിത്രം വരയ്ക്കുന്ന ഒരാളാണ്, നന്നായി ചിത്രം വരയ്ക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ അയാളിൽ സ്റ്റഡി നടത്തിയിട്ട് അയാളൊരു പെർട്ടിക്കുലർ ജീനാണ് അയാളിൽ ഈ ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ടാക്കുന്നത്. ആ ജീൻ വളരെ ആക്റ്റീവായിട്ട് ആ ജീനാണ് അയാളിൽ ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ടാക്കുന്നത് നമുക്ക് മനസ്സിലായി. ഓക്കെ, നമ്മളിൽ ഓൾറെഡി ആ ഡാറ്റ ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ ജീൻ അയാളെ ചിത്രം വരയ്ക്കുന്ന കഴിവ് അയാൾക്ക് കൊടുത്തു. ഓക്കെ, പിന്നെ നമുക്ക് ഒരു കുട്ടിയെ ജനിക്കുമ്പോഴോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ വേറൊരാളെ നമ്മൾ കണ്ടു. ഓക്കെ, അയാളുടെ ജീൻ സ്റ്റഡി നടത്തിയപ്പോൾ വളരെ സിമിലർ ആയിട്ട് വളരെ ക്ലോസ് സിമിലാരിറ്റി ഉള്ള ആ പർട്ടിക്കുലർ ജീൻ ഇയാളിലും ഉണ്ട് അതേപോലെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇയാളും ഒരുപക്ഷെ നല്ല ചിത്രകാരനാവാം. ഓക്കെ, കാരണം എന്താ, ഈ ചിത്രകാരന് അത് കഴിവ് കൊടുത്ത അതേ ജീൻ ഇയാളിലും ആക്റ്റീവാണ്, ഇയാളിലും ഉണ്ട്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നാലാമത്തെ പോയിന്റ്. ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ജീൻസ് ഹെൽപ്പ് us to predict the genes having equivalent function. It helps us to understand, fifth point, it helps us to understand conserved regions in the sequence and divergent sequence. Okay, what do you mean by conserved region? In some cases, in some genes, a gene in different organism will have a common sequence, common sequences. That sequence is called conserved sequences. Okay, ചില ഓർഗാനിസത്തിലൊക്കെ ചില പർട്ടിക്കുലർ ജീനിൽ കൺസേർവ്ഡ് സീക്വൻസ് ഉണ്ടാവും. ആ സീക്വൻസ് എല്ലാ ജീവികളിലും സെയിം ആയിരിക്കും, പക്ഷെ മറ്റുള്ള സീക്വൻസ് ഒക്കെ ചേഞ്ച് വരാം. കൺസേർവ്ഡ് സീക്വൻസിൽ അത്ര കാര്യമായി ചേഞ്ച് വരില്ല. അതിനാണ് നമ്മൾ കൺസേർവ്ഡ് സീക്വൻസ് എന്ന് പറയുക. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് കൺസേർവ്ഡ് റീജിയൻ ഇൻ ദ സീക്വൻസ് ആൻഡ് ഡൈവർജന്റ് സീക്വൻസസ്. മറ്റുള്ള സീക്വൻസ് ഡൈവർജൻ്റാണ്, വളരെ ഡൈവർജൻസ് സംഭവിക്കുന്നത്. അപ്പോൾ കൺസേർവ്ഡ് സീക്വൻസ് ഇപ്പോൾ ടാറ്റ ബോക്സ്
പ്രിബ്നോ ബോക്സ്, ഹോഗ്നസ് ബോക്സ് എന്നൊക്കെ പറയുന്ന അതൊക്കെ കൺസേർവ്ഡ് സീക്വൻസ് ആണ്. മൈന്യൂട്ട് ചേഞ്ചസ് ഉണ്ടാവുള്ളൂ, അത് തമ്മിൽ സിമിലർ ആയിരിക്കും. ഓക്കെ, അത്തരം സീക്വൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനും ഇത് ഉപയോഗിക്കാം. ദാറ്റ്സ് ഓൾ അബൌട്ട് അഡ്വാൻറ്റേജസ് ഓഫ് മോളിക്കുലർ ഫൈലോജനറ്റിക്സ്. ഓക്കെ, നെക്സ്റ്റ് കമ്പ്യൂട്ടേഷണൽ പ്രൊസീജിയർ ഫോർ മോളിക്കുലർ ഫൈലോജനറ്റിക്സ്. Computational procedure for molecular phylogenetics. Phylogenetic analysis consists of different steps. 3 സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. എന്താ? The relatedness between nucleic acid and amino acid sequences are quantified using sequence alignment algorithm. സീക്വൻസ് അലൈൻമെൻറ്റ് ആൽഗോരിതം ഉപയോഗിച്ച് നമുക്ക് പഠിക്കാനൊന്നുമില്ല. സീക്വൻസ് അലൈൻമെൻറ്റ് നടത്തിയിട്ട് നമ്മൾ പെയർ വൈസ് സീക്വൻസ് അലൈൻമെൻറ്റ്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻ്റ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, സോ ഇവിടെ റിലേറ്റഡ്നെസ് ബിറ്റ്വീൻ ന്യൂക്ലിക് ആസിഡ് ആൻഡ് അമിനോ ആസിഡ് സീക്വൻസസ് ആർ ക്വാളിഫൈഡ് യൂസിങ് സീക്വൻസ് അലൈൻമെൻറ്റ് ആൽഗോരിതം. സീക്വൻസ് അലൈൻമെൻറ്റ് ആൽഗോരിതം വെച്ചിട്ട് നമ്മൾ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് യൂസിങ് ഓൾ ദോസ് ഡാറ്റ വി ക്യാൻ എക്സ്ട്രാക്ട് ഫൈലോജനറ്റിക് ഡാറ്റാ സെറ്റ്. ഓക്കെ, ഫൈലോജനറ്റിക് ഡാറ്റാ സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു യൂസിങ് ദാറ്റ് ട്രീ ബിൽഡിംഗ് ആൻഡ് ട്രീ എവാലുവേഷൻ. ഓക്കെ, ഇവർ തമ്മിലുള്ള സിമിലാരിറ്റി ആദ്യം കണ്ടുപിടിക്കുന്നു. ഓക്കെ, ന്യൂക്ലിക് ആസിഡ് അമിനോ ആസിഡ് സീക്വൻസ്, എന്നിട്ട് ഒരു ഫൈലോജനറ്റിക് ഡാറ്റാ സെറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നു. ആ ഫൈലോജനറ്റിക് ഡാറ്റാ സെറ്റ് വെച്ചിട്ട് ട്രീ ബിൽഡ് ചെയ്യുന്നു, ആ ട്രീ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് കമ്പ്യൂട്ടേഷണൽ പ്രൊസീജിയർ ഫോർ മോളിക്കുലർ ഫൈലോജനറ്റിക്സ്. അപ്പോൾ ഓക്കെ ആണല്ലോ, ക്ലിയർ? ആദ്യം നമ്മൾ അതിന് എത്രത്തോളം സിമിലർ ആണെന്നുള്ള കാര്യങ്ങളും എല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു ഡാറ്റാ സെറ്റ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടൊരു ട്രീ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. സോഫ്റ്റ്വെയർ പാക്കേജസ് ഫോർ മോളിക്കുലർ ഫൈലോജനറ്റിക്സ്. ഫിലിപ്പ്. സോഫ്റ്റ്വെയർ പാക്കേജസ് ഫോർ മോളിക്കുലർ ഫൈലോജനറ്റിക്സ്. ഫിലിപ്പ്. Philip is a computational phylogenetic free package of program for constructing evolutionary trees. ഇതിനൊക്കെ ഞാൻ പറഞ്ഞു, ഇതിനൊക്കെ ടൂൾസ് അവൈലബിൾ ആണ് ബയോ ഇൻഫോർമാറ്റിക്സിൽ. നമ്മൾ കഷ്ടപ്പെട്ട് ഡാറ്റ ഉണ്ടാക്കി ആ ഡാറ്റേനെ കുത്തിയിരുന്ന് അവിടെ അത് ഫിറ്റ് ചെയ്ത് ഇപ്പുറത്ത് അത് ഫിറ്റ് ചെയ്ത് അതിൻ്റെ ബ്രാഞ്ച് ഇങ്ങോട്ട് വലിച്ച് നീട്ടി അങ്ങോട്ടാക്കി ഇങ്ങനെ ഒന്നും ചെയ്യണ്ട. നമ്മൾ കിട്ടുന്ന ഇൻഫർമേഷൻ കൃത്യമായി ആ ഇൻഫർമേഷൻ എങ്ങനെ കളക്ട് ചെയ്യണം, ഏത് ലെവലായിരിക്കണം എന്നുള്ളതൊക്കെ ഉണ്ടാവും. അതൊക്കെ ബേസ് ചെയ്തിട്ട്, അതാണ് ഞാൻ പറഞ്ഞൊരു ബയോ ഇൻഫോർമാറ്റീഷ്യൻ്റെ ഡിഫറൻസ്. ബയോ ഇൻഫോർമാറ്റീഷ്യനെ ടൂള് കൈകാര്യം ചെയ്യാൻ അറിയുള്ളൂ, നമ്മൾക്ക് കൃത്യമായിട്ട് അറിയണമെന്നില്ല. സോ ബയോ ഇൻഫോർമാറ്റീഷ്യൻ അറിയുന്നുണ്ടാവും ഏത് ലെവലാണ്, എങ്ങനെയാണ്, ഏതൊക്കെ ഇൻഫർമേഷനാണ് കളക്ട് ചെയ്യുന്നത്. ആ കളക്ട് ചെയ്യേണ്ട ഇൻഫർമേഷൻ കൃത്യമായി കളക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ എന്തിലിട്ട് കൊടുക്കുന്നു, കമ്പ്യൂട്ടറിൽ വേണ്ട രീതിയിൽ ആ ഡാറ്റ അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് എന്ത് സംഭവിക്കും, ഒരു ട്രീ അങ്ങോട്ട് ഫോം ചെയ്ത് വിത്ത് ബ്രാഞ്ചസ് ആൻഡ് നോട്ട്സ്. ഓക്കെ, ഒരു ട്രീ നമുക്ക് അങ്ങോട്ട് കിട്ടും. അങ്ങനെ ട്രീ തരുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ഒരു ആപ്പാണ് നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ. ഓക്കെ, അതാണ് ഫിലിപ്പ് എന്ന് പറയുന്നത്, സോഫ്റ്റ്വെയർ പാക്കേജസ് ഫോർ മോളിക്കുലർ ഫൈലോജനറ്റിക്സ്. ഓക്കെ, സോ ഫിലിപ്പ് ഈസ് എ കമ്പ്യൂട്ടേഷണൽ ഫൈലോജനറ്റിക് ട്രീ പാക്കേജ് ഓഫ് പ്രോഗ്രാം ഫോർ constructing evolutionary trees. The term is an acronym for phylogeny inference package. Phylogeny inference package. Okay, so it is one of the most popular free tools for phylogenetic analysis. Phylogenetic analysis വളരെ ഫ്രീ ആയിട്ട്, ഇപ്പോൾ ഫ്രീ ഒന്നും ഇല്ല, ഒക്കെ പൈസ കൊടുക്കലാണ്. ഓക്കെ, എല്ലാത്തിനും സബ്സ്ക്രിപ്ഷൻ ചാർജ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് 100, 150, 200, 300, 400, 500 പൊട്ടാ പൈസയാണ് ഇപ്പോൾ ഓൺലൈനിൽ. പ്രത്യേകിച്ച് ഈ ഒരു പീരീഡും നമ്മുടെ കോവിഡ് ടൈം കൂടി ആയതുകൊണ്ട് പൈസയൊക്കെ വല്ലാതെ കൂടി. സോ ദ ടേം ഈസ് an acronym for phylogeny inference package. It is one of the most popular free tools for phylogenetic analysis. It consists of 35 portable programs. It was designed by Joseph Felsenstein. Data types such as molecular sequences, such as nucleic acid, amino acid sequences, gene frequencies, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, restriction sites and fragments, distance matrices and discrete characters can be handled by this package. ഇങ്ങനത്തെ ഒരു പാക്കേജാണ് ഫിലിപ്പ്. ഒരു ടൂളാണ്, ഒരു ആപ്പ് പോലെ ഒരു ടൂളാണ്. ഒരുപാട് കാര്യങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ സംഭവങ്ങൾ ന്യൂക്ലിക് ആസിഡ് അമിനോ ആസിഡ് സീക്വൻസ് മാത്രമല്ല, ജീൻ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, റെസ്ട്രിക്ഷൻ സൈറ്റ്സ്, റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെൻറ്റ്, എൻഡോന്യൂക്ലിയസ് ഇതൊക്കെ നമുക്കറിയാം. ആൻഡ് ഫ്രാഗ്മെൻറ്റ്സ്, ഡിസ്റ്റൻസ് മാട്രിസസ് ആൻഡ് ഡിസ്ക്രീറ്റ് ക്യാരക്ടേഴ്സ് ക്യാൻ ബി ഹാൻഡിൽഡ് ബൈ ദിസ് പാക്കേജ്. ദ പ്രോഗ്രാം പാക്കേജ് ഈസ് ഡൗൺലോഡബിൾ ഫ്രം
the site evolution.genetics.washington.edu/philip.html. അങ്ങനത്തെ ഇതിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മോളിക്കുലാർ ഫൈലോജനറ്റിക്സ്. വളരെ ഈസിയാണ്, 1-2 പ്രാവശ്യം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് പക്കയായിട്ട് ഐഡിയ മനസ്സിലാവുന്നത്. എല്ലാം സിമ്പിൾ ടോപ്പിക്കുകളാണ്. എന്താണ് ബയോ ഇൻഫോർമാറ്റിക്സ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അതൊന്നുകൂടി പറഞ്ഞു തരണം, അല്ലെങ്കിൽ എൻ്റെ ഭാഗം ഡൗട്ടുണ്ട്, നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗം ഡൗട്ടുണ്ട്, ആ ഡൗട്ടുള്ള ഭാഗം ഒന്ന് പേഴ്സണൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, പേഴ്സണൽ മെസ്സേജ് ചെയ്യുക, അതല്ലെങ്കിൽ വാട്സപ്പിൽ ഗ്രൂപ്പ് മെസ്സേജ് ചെയ്യുക. ഒരു ചെറിയ ഭാഗം ക്ലിയർ ആയിട്ടില്ല, അല്ലെങ്കിൽ അത് വളരെ സ്ലോവിലാണ് എടുത്തത്, വളരെ ഫാസ്റ്റായിട്ടാണ് എടുത്തത്, അത് വളരെ സൗണ്ട് കുറവായിരുന്നു, വളരെ സൗണ്ട് കൂടുതലായിരുന്നു, എന്ത് കംപ്ലൈൻറ്റും നിങ്ങൾക്ക് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യാം, പറയാം. ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാനപ്പോൾ ക്ലാസ് വീണ്ടും എടുത്തു തരാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ബയോ ഇൻഫോർമാറ്റിക്സ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ഡാറ്റയാണ് ഫുൾ, നമുക്ക് ബയോളജി പഠിപ്പിക്കുന്നത് പോലെ കുറേ അങ്ങനെ പഠിപ്പിക്കാനില്ല, വെറും ഇൻഫർമേഷനാണ്. ജസ്റ്റ് വായിച്ച് പഠിക്കുക എന്നുള്ളൂ, വായിച്ച് പഠിക്കുക. ബയോളജി സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബൈഹാർട്ട് ആക്കുന്നവരാണ്. ബൈഹാർട്ട് ആക്കുന്നവർക്ക് വളരെ ബൈഹാർട്ട് ആക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഇതിനൊക്കെ ചെറിയൊരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്കത് ബൈഹാർട്ട് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. അതിൻ്റെ ഇൻഫർമേഷൻ പഠിക്കുക, കൃത്യമായിട്ട് നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റും, നല്ല മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക് എടുക്കാനുള്ളത് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രഗ് ഡിസ്കവറി. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നൊരു ഭാഗമാണ്. ഇതും പ്രതീക്ഷിക്കാവുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നത്. ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. സിലബസ് വൈസ് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന പോർഷൻസാണ് നമ്മൾ എടുക്കുന്നത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മറ്റതൊക്കെ വെറും എക്സ്ട്രാ ഉള്ള ഡാറ്റയാണ്, അഡീഷണൽ ഡാറ്റ, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാം. ഓക്കെ, താങ്ക് യു.